ശ്രദ്ധിക്കുന്നില്ല. ഈ ഒരു സമയത്താണ് ആരോ ഒരാൾ വന്നിട്ട് ജസ്റ്റിന്റെ കെട്ടെല്ലാം അഴിച്ചു കൊടുക്കുന്നത്. നോക്കുമ്പോൾ ആരാ, ആ ഒരു പയ്യനായിരുന്നു. ജസ്റ്റിന് അന്ന് ഫ്ലൂട്ട് വായിച്ചു കൊടുത്തില്ലേ, ആ ഒരു പയ്യൻ. ഇതേ നേരം ആ കിളവിയല്ലാതെ മറ്റൊരാള് അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരിപ്പോ എന്തൊരു പൊടിയെടുത്ത് അത് ജസ്റ്റിന് മുഖത്തേക്കിട്ട് അവളെ മയക്കി കടത്താൻ നിൽക്കുന്ന സമയത്ത് അവളിപ്പോ എന്ത് ചെയ്തു, ആ പൊടിയെടുത്ത് അവരുടെ മുഖത്തേക്ക് തന്നെ ഊതി കൊടുക്കുകയാണ്. മാത്രമല്ല അതിന്റെ മുഖത്തുണ്ടായിരുന്ന ആഭരണം പോലത്തെ ഒരു സാധനം ഇപ്പോ ഒറ്റ വലിയാണ്. അതിന്റെ കവിള് രണ്ടും കീറിപ്പോയി. അത് നിലത്ത് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയം ജസ്റ്റ് നേരെ ചെന്നിട്ട് ഡാനിയലിനെ രക്ഷപ്പെടുത്താൻ നോക്കുവാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഡാനിയൽ പറയാണ്, വേണ്ട, അത് നടക്കില്ല, എന്റെ എല്ലുകൾ മുഴുവനും ഒടിഞ്ഞിരിക്കുകയാണ്, എനിക്ക് നടക്കാൻ കഴിയത്തില്ല. മാത്രമല്ല എന്റെ ഉള്ളിലേക്ക് ആ ഉറുമ്പുകൾ പോയിട്ടുണ്ട്, അല്പസമയത്തിനുള്ളിൽ ഞാൻ മരിക്കും. എന്റെ കീശയിൽ ഫോണുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ആ ഫോണുമായിട്ട് നീ രക്ഷപ്പെട്ടോ. ഇവരീ പറയുന്ന കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെ മനസ്സിലാക്കിയ ആ പയ്യനിപ്പോ എന്ത് ചെയ്തു, അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ വെള്ളപ്പൊടി ഇപ്പോൾ ഡാനിയലിന്റെ മുഖത്തേക്ക് ഊതുവാണ്. അപ്പോൾ തന്നെ അവന്റെ ബോധം പോയി. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ച് അവന്റെ കഴുത്ത് ചെറുതായിട്ട് മുറിച്ചു കൊടുക്കുകയാണ്. അതായത് ആ പയ്യൻ വിചാരിച്ചാണ് ഇവൻ ഇനിയും ഇങ്ങനെ കിടന്ന് നരകിക്കണ്ടല്ലോ. പിന്നീട് ആ കുട്ടി ജസ്റ്റിനെയും കൂട്ടി കാട്ടിനുള്ളിലേക്ക് പോയിട്ട് വഴി കാണിച്ചു കൊടുക്കുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റിനാണെങ്കിൽ തന്റെ മാല ഊരി ആ പയ്യനെ കൊടുക്കുകയാണ്. എന്നാൽ ആ പയ്യനാണെങ്കിൽ ജസ്റ്റിനെയും കൂട്ടിയിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് മറ്റൊരു പെൺകുട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അവളിപ്പോ ഒരാളെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഒരു പുഴയുടെ കരയിലെത്തിയ ജസ്റ്റിനിപ്പോ അത് മറികടന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് മറുകരയിലാണെങ്കിൽ ഒരു പുലി ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അവൾക്ക് പേടിയായി. തിരിഞ്ഞു നോക്കിയ സമയത്ത് ആ പെൺകുട്ടിയാണെങ്കിൽ ഒരാളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും തിരികെ പുറകിലോട്ട് പോകാൻ പറ്റത്തില്ല, ഇനിയിപ്പോ ഈ പുലിയുടെ കടിയേറ്റ് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെന്നും പറഞ്ഞിട്ട് അവളിപ്പോ ആ പുഴയിലേക്ക് തന്നെ ഇറങ്ങുകയാണ്. ഇതേ സമയം ആ പെൺകുട്ടിയാണെങ്കിൽ മയക്കസൂചി വിടാൻ നിൽക്കുന്ന സമയത്ത് അയാളിപ്പോ ആ പെൺകുട്ടിയെ തടയാണ്. ഇപ്പൊ ആ പുഴ മറികടന്ന് ജസ്റ്റിനിപ്പോ അപ്പുറത്തേക്ക് എത്തി. എന്നാൽ ആ പുലിയാണെങ്കിൽ അവളെ ഒന്നും ചെയ്തില്ല കേട്ടോ. ഈ സമയത്ത് അവളാണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിന് റേഞ്ച് കിട്ടുമോ എന്ന് അവൾ നോക്കുന്നുമുണ്ട്. സോറി, വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അതായത് കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് ജസ്റ്റിനോട് അലക്സാണ്ടർ ചോദിക്കാണ് എന്നെയും കൂടെ രക്ഷപ്പെടുത്താമോ എന്ന്. എന്നാൽ അവളാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്തില്ല. കാരണം ഇവരിങ്ങോട്ടേക്ക് വരാനും ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാനും കാരണം ഇവൻ ഒറ്റൊരുത്തനാണ്. പിന്നീട് ജസ്റ്റിനാണെങ്കിൽ ആ കാട്ടിലൂടെ പോകുന്ന സമയത്ത് വെടിവെച്ചയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ മരങ്ങൾക്കിടയിൽ നിന്നും അവൾ മൈതാനത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അലക്സാണ്ടർ പറഞ്ഞ ആ രണ്ടാമത്തെ കമ്പനിയിലെ ആളുകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ട്രൈബ്സിനെ വെടിവെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യമാണ് നേരത്തെ ആ കുട്ടിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ തള്ളയോട് പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലാവരും ആയുധമെടുത്തുകൊണ്ട് ഇവർക്ക് നേരെ യുദ്ധം ചെയ്യാൻ വന്നത്. പെട്ടെന്നാണ് ജസ്റ്റിന്റെ കാലിലേക്ക് ഒരാൾ പിടിക്കുന്നത്. നോക്കുമ്പോ ആരാ, കശാപ്പുകാരനുണ്ടല്ലോ, ഇവരൊക്കെ വെട്ടിയെരിയുന്ന കറുത്ത നിറമുള്ള ചായം പൂശിയ ഒരാൾ, അയാളായിരുന്നു അത്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന പട്ടാളക്കാരാണെങ്കിൽ അയാളെ വെടിവെച്ച് കൊന്നുകളയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജസ്റ്റിനാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് പൊക്കി പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്നെ